പ്രൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപാസന യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ നടുവിലായിരിക്കാം ദൈവം തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നത് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു: ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. കർത്താവ് പറയുന്നു, ഞാൻ ദൈവം തന്നെ, ഞാൻ അനന്യനാണ്, ഹല്ലേലൂയ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കുക, ആർ തടുക്കും. എന്നിട്ട് അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും: എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ രക്ഷിക്കാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ നടത്തുവാൻ അല്ലെങ്കിൽ ഒരേ ഒരു ദൈവമുള്ളൂ, അത് സർവശക്തനായ ദൈവമായ യേശു കർത്താവ്. ഇവിടെ യഹോവയാം ദൈവമെന്ന് വെളിപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, മറ്റൊരു ദൈവമില്ല. വചനം പഠിപ്പിക്കും, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ആർക്ക് കഴിയുമെന്ന്, ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തതിന് പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു നിങ്ങളുടെ ആത്മാവിനെ രക്ഷിപ്പാൻ ഈ ദൈവം ശക്തനാണ്. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്ന, ഞാൻ പ്രവർത്തിക്കുക, ആർ തടുക്കും? ആർക്കും തടുക്കാൻ കഴിയാതെ വണ്ണം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ലോകത്തിലേ ഇല്ല. സർവശക്തനായ ദൈവം പറഞ്ഞ വാക്ക് കേട്ടോ: എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഉണ്ടാകുകയുമില്ല, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവമില്ല. ആയതിനാൽ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത നിശ്ചയമായ ദൈവം അനുഗ്രഹിക്കും. ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ദൈവം സഹായിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.